അപ്പം എന്തൊക്കെയാ വിശേഷം ഗൈസ്? സുഖമായിട്ടിരിക്കുന്ന എല്ലാരും. അപ്പൊ നമ്മൾ ഇന്ന് കുറെ കാലത്തിന് ശേഷം വീഡിയോ ചെയ്യുകയാണ്. അപ്പൊ എന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിന്ന് ഐസ് സ്കേറ്റിംഗ് ട്രെയിനിങ്ങിന് വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ ഐസ് സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങള് ബൈ വാക്ക് ഞങ്ങൾ അങ്ങോട്ട് ഫുള്ള് വീഡിയോസ് പിന്നെ അല്ല അടി ഇവിടെയാണ് നമ്മളെ ഇന്ന് സ്കേറ്റിങ്ങും സ്കീയിങ്ങും ഒക്കെ ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം. ഇത് സ്പോങ്ങ എന്ന് പറയുന്ന ഒരു കമ്മ്യൂൺ, അതായത് നമ്മളിവിടുത്തെ ഒരു എന്താ പറയുക മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയും. ഈ മുനിസിപ്പാലിറ്റിയിൽ അവരുടെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഏരിയയാണിത്. അതായത് നമ്മളൊരു സ്പോർട്സ് ഗ്രൗണ്ടൊക്കെ ഇല്ലേ, അതേ ആ ഗ്രൗണ്ടിലാണ് ഇവരെന്ത് ചെയ്തത്, ഇങ്ങനെ ഐസ് സെറ്റ് ചെയ്ത് ഫോം ചെയ്ത് അതിനുള്ളൊരു മിഷൻസൊക്കെ ഉണ്ടാവും. ആ മിഷനറി വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇവിടെ 2 ട്രാക്കാണ് ഉള്ളത്. ഈ ഇങ്ങനെ പോകുന്ന 2 ട്രാക്കാണുള്ളത്. 2 ട്രാക്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യും, ഇവർ പ്രോപ്പറായിട്ടൊരു സ്റ്റിക്ക് ഇല്ലാത്തൊരു ട്രെയിനിങ് തരും. പിന്നെ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് നമുക്ക് മൂവ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷനും തരും. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് എത്ര വേണമെങ്കിലും ട്രെയിൻ ചെയ്യാം. അതിനുള്ള എല്ലാ ആക്സസറീസും ഇവിടുന്ന് അവരുടെ കളക്ഷൻസിൽ ഉണ്ട് ഓരോരുത്തരുടേതും. അതായത് കുട്ടികളുടേതാണെങ്കിൽ കുട്ടികളുടെ ഷൂസ്, അതേപോലെ തന്നെ സ്കീയിങ്ങിൻ്റെ ആ ഒരു റോഡ്സ് ഉണ്ടല്ലോ, അതെല്ലാം അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഐസ് സ്കേറ്റിംഗ് നടക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ കണ്ടില്ലേ, ഐസ് ഹോക്കിയുടെ ട്രെയിനിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പിള്ളേരുണ്ടാവും ഇവിടുത്തെ ലോക്കൽ ടീമുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ പിള്ളേരായിരിക്കും, അവരുടെ ട്രെയിനിങ് ഇവിടെ നടക്കും. പിന്നെ നമ്മൾ വേറൊരു ഏരിയയിലേക്ക് വന്നു. കണ്ടില്ലേ, ഇവിടെ ആണ് നമ്മളെ കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്ന ആളുകൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഏരിയ ആണത്, ഐസ് സ്കേറ്റിങ്ങിൻ്റെ. ഇത് കണ്ടില്ലേ, ഒരു പോയിൻ്റ് ചെയ്തിട്ടുള്ളൊരു ഷൂ ആണ്, 2 ഷൂസാണ്. ഭയങ്കര ബാലൻസ് വേണം അതിൻ്റെ അകത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ. ആദ്യത്തെ സമയത്തൊന്നും നമുക്കങ്ങനെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ വീഴുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം തലയടിച്ച് വീഴുക ചെയ്യുക, ബാക്കിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് വീഴുക. നമ്മളൊന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എന്താ പറ്റും, നടക്കാൻ പറ്റും. കാരണം നമ്മൾ വലിയ ആളുകളൊക്കെ ആകുമ്പോൾ ബോഡി വെയ്റ്റ് ഹെവി ആയിരിക്കും. സോ അതിൻ്റെ കറക്റ്റ് ബാലൻസിൽ നടന്ന് പോയി പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെ പോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. പെട്ടെന്ന് തലയടിച്ച് വീഴും പലതരം നോക്കി. പിന്നെ ഇതിന് എന്താ പറയുക, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാധനം കൂടി ഉണ്ട്, ഒരു കമ്പി പോലെ നമുക്കതിനകത്ത് പിടിച്ചുകൊണ്ട് നടക്കാം. പക്ഷെ അത് കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, മുതിർന്ന ആളുകൾക്ക് വളരെ കുറവായിട്ടാണുള്ളത്. ഇങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ സർവീസ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ പെയ്ഡ് സർവീസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലും ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അതായത് നമുക്ക് സ്റ്റിക്കില്ലാതെ ഈ ഒരു ഇതിലൂടെ ഒരു റൗണ്ട് ചെയ്ത് പോകണം. ഇവിടെ കുറച്ച് ഫാമിലീസ് ഉണ്ട്, അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പം എല്ലാവർക്കും, ചെറിയ പിള്ളേർ മുതൽ വലിയ ആളുകൾ വരെ കണ്ടില്ലേ, അവരൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ലെഫ്റ്റ് സൈഡിലൂടെ മൂവ് ചെയ്ത് പോകുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഐസ് ഹോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു പിള്ളേർ. അപ്പോൾ അവരെന്തോ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 പേര്. അവനല്ലേ വലിയൊരു സ്റ്റിക്കും നല്ല വെയിറ്റുള്ളൊരു ബോളല്ല അതിൻ്റെ ഒരു ഇതുമാണെന്ന് തോന്നുന്നു. നല്ല സൗണ്ട് വരുന്നുണ്ട് അവിടുന്ന് കളിക്കുമ്പോൾ. പിന്നെ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നല്ല തണുപ്പാണ് ഇവിടെ. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള വിയറുള്ള ഡ്രസ്സ്, അതായത് നമ്മളെ തെർമൽസും അതേപോലെ തന്നെ നോർമൽ ഒരു 2 ബനിയനോ ടീഷർട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ജാക്കറ്റ്സ് ഇട്ടിട്ടില്ലെങ്കിൽ നല്ല തണുപ്പായിരിക്കും. കാരണം നമുക്കൊരു 1 hour നിൽക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. സോ അതിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും പ്രോപ്പറായിട്ട് വിയർ ചെയ്യുക ഈ ഒരു ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ എന്തായാലും.